അടുത്ത പടം ജയ് ഗണേഷാണ്. ഇനി ഇഷ്ടം പോലെ സാധ്യതകൾ ആ നിലയ്ക്ക് ഹിന്ദുമത ഇഷ്ടം പോലെ സാധ്യതകൾ. അതാണ് 30 കോടി ദൈവങ്ങൾ ഉള്ളതുകൊണ്ട് ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് വലിയ വലിയ സാധ്യതകളാണെന്നൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മാർക്കോ നമ്മുടെ ഏത് അമ്പലത്തിലെ പ്രതിഷ്ഠയാണെന്നും ഈ സിനിമയിൽ ആൾക്കാരൊന്നും പറയണം. എന്തായാലും ഉണ്ണിമുകുന്ദൻ തുടർച്ചയായിട്ട് ഹിന്ദു ദൈവങ്ങളെ മാത്രം എടുത്തു വെച്ച് ഹായ് ഗൈസ്, ഐ വിച്ച് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മുടി വെട്ടി ഗൈസ്. ഒരുപാട് വ്യക്തികൾ പറയുന്നുണ്ട് മുടി വളർത്തിയത് ഭയങ്കര അലമ്പാണ്, ഭയങ്കര വൃത്തികേടാണ്, നീ ഒന്ന് മുടി വെട്ടിക്കള, കാണാൻ ഒരു വർക്കത്തുണ്ടാവട്ടെന്ന്. പറയൂ ഗൈസ്, വർക്കത്തായോ? എങ്ങനെയുണ്ട്? നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയേക്കും. ഓക്കെ, നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് വരാം. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഏകദേശം 1-2 വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അന്ന് നടന്നിട്ടുള്ള ഒരു TV ഷോയിലെ വീഡിയോ ആണ്. അല്ല, TV ഷോയിലെ അല്ല, ഒരു യൂട്യൂബ് മേഖലയിൽ ഒരു ചാനൽ ചർച്ച ചെയ്ത ഒരു ചർച്ചയുടെ ഭാഗമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അതിന് കാരണമുണ്ട്. ഇന്ന് ഈ മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദൻ ഒരു സിനിമ വിജയിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് കൃത്യമായിട്ട് പറയാനും അതിന് വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ നിരത്തി സംസാരിക്കാനും പറ്റിയ ഒരു സമയം ഇതായതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആദ്യമേ പറയാം, ഈ മാധ്യമത്തിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി സംസാരിക്കുന്ന വ്യക്തികൾക്ക് ഏത് ഹിന്ദുക്കളെ കണ്ടാലും അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ കണ്ടാലും ഈ പറയുന്ന അമിത്ഷായിട്ടും അല്ലെങ്കിൽ നരേന്ദ്രമോദിയായിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു കാര്യങ്ങൾ ഇത്തരത്തിലൊരു കുപ്രചരണമായിട്ട് അടിച്ചുവിടുന്നത്. കാരണം അവരുടെ ചാനൽ ബാൻ ചെയ്ത് കളഞ്ഞില്ല. ബാൻ ചെയ്യാനുള്ള മെയിൻ കാരണം അവരാണല്ലോ. അതുകൊണ്ട് പിന്നെ ആരെ കണ്ടാലും പച്ചവെള്ളം കണ്ടാലും ചൂടുവെള്ളമാണെന്ന് പറഞ്ഞ് നിൽക്കത്തുള്ളൂ. അത് മാത്രം അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പറയാം. ആ ഒരു വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് 2 സിനിമ കാണിക്കാനാണ്. ഒന്ന്, ദ മെസ്സേജ്, ദ സ്റ്റോറി ഓഫ് അല്ലാ എന്ന് പറയുന്ന ഒരു മൂവി 1976 ഇറങ്ങിയത്. ഒരു പ്രവാചകനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമ. അപ്പൊ എന്തിന്റെ അടിസ്ഥാനമാണത്, എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മതപരമായിട്ടുള്ള സിനിമയാണ്. നമുക്കിപ്പോൾ ആ സിനിമയെ കുറിച്ചൊന്നും ഇതിനകത്ത് വലുതായിട്ട് സംസാരിക്കാനില്ല. രണ്ടാമത്തെ ഒരു മൂവി 1979 റിലീസ് ചെയ്ത ജീസസ് എന്ന് പറയുന്ന ഒരു മൂവി. പേര് പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ സിനിമ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യം. ഇനി നമുക്ക് തിരിച്ച് 2022 പുറത്തിറങ്ങിയ ഉണ്ണിമുകുന്ദന്റെ മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വരാം. അതിനുശേഷം റിലീസായ ജയ് ഗണേഷ് എന്ന് പറയുന്ന ഒരു സിനിമ. ഈ 2 സിനിമയ്ക്കകത്തും ഭക്തിയെക്കുറിച്ചാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആണല്ലോ, ഈ സിനിമ കണ്ടവർക്കറിയാം, ആ സിനിമയുടെ അവസാനം നിങ്ങൾക്കറിയാം, ഇതിനകത്ത് ഭക്തിയെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത്. എല്ലാ സിനിമയും ഭക്തിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പോട്ടെ, അത് അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കാനും വിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കാനും ഞാനില്ല. പക്ഷെ ഞാൻ സംസാരിക്കും. വിശ്വാസങ്ങൾക്കിടയിൽ കയറി വന്നിട്ടുണ്ട് കുപ്രചരണങ്ങളും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളും പരത്തുന്നവന്മാരെ എടുത്തു വെച്ച് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് തന്നെ വീഡിയോ ചെയ്യും. ഓക്കെ, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സിനിമയെല്ലാം ഇറങ്ങി 1979 ഈ ഒരു TV ചാനലിൽ അല്ലെങ്കിൽ ഈ ഷോ നടത്തുന്ന ആങ്കർ ആൾക്കാരുണ്ടല്ലോ, ഈ ആൾക്കാരുടെയൊക്കെ തന്തമാരുടെ കാലത്താണ് ഈ ഒരു പരിപാടി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അന്ന് മുതലേ ഇത്തരത്തിലുള്ള സിനിമയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് ഈ സമയത്ത് ഇവർ നരമ്പിൽ കൂടി ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഉണ്ടായത്. അപ്പം 2023 ആദ്യമായിട്ട് ഉണ്ണിമുകുന്ദനല്ല ഇത്തരത്തിലൊരു സിനിമ നമുക്കിടയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ പ്രചരണമോ അല്ലെങ്കിൽ മതപ്രചരണമോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് മൂന്നും കൃത്യമായിട്ട് മനസ്സിലായവർക്ക് ഞാൻ ഇനിയും പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴിതാ വിവാദത്തിന് പിന്നാലെ ഉണ്ണിമുകുന്ദൻ ഗണപതിയായി എത്തുന്ന ഒരു സിനിമയുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ജയ് ഗണേഷ് എന്ന മറ്റുമാണ് ആ ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഉണ്ണിമുകുന്ദൻ അങ്ങനെയാണ് പല റിപ്പോർട്ടുകളും വരുന്നത്. അത് വലിയൊരു ഇതായി പോയി കേട്ടോ. അത് എവിടെ നിന്നാണ് അത്തരത്തിലുള്ള റിപ്പോർട്ട് കിട്ടിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയിൽ സ്ട്രെച്ചർ വീലിനകത്തിരിക്കുന്ന ഗണപതിയായിട്ടാണ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ വന്നിരിക്കുന്നത്. ഓക്കെ, ആ സിനിമ കണ്ടവർക്കറിയാം, ഗണപതി സ്ട്രെച്ചർ വീലിനകത്തിരുന്ന് വരുന്നത്. കൊള്ളാം. ഇതാണ് കൃത്യമായ കുപ്രചരണവും അല്ലെങ്കിൽ ഒരു മതത്തിന്റെ വർഗീയത മറച്ചു വെക്കാനായിട്ട് മറ്റൊരു മതത്തിന്റെ വർഗീയത ഉണ്ട് എന്ന് പറഞ്ഞെടുത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തു കാണിക്കുന്ന ഒരു പ്രവണത. അന്ന് ഇതിന് സംസാരിക്കാൻ വലിയ സമയമില്ലായിരിക്കും. കാരണം ഉണ്ണിമുകുന്ദൻ തുടർച്ചയായി ഇനി മതസിനിമകൾ മാത്രം ചെയ്ത് മതസ്പന്ദന കൂട്ടി ഹിന്ദുക്കളെ കൂടുതൽ ഐക്യത്തോടെ കൊണ്ടുവരാൻ വേണ്ടി ചിത്രീകരിക്കുന്നതാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്കൊരു മറു ചോദ്യം, ഈ മാർക്കോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ആചാരത്തിൽ ഏത് ദൈവമാണ്, ഏത് അമ്പലത്തിലെ പ്രതിഷ്ഠയാണ് ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരണേ. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ ത്രികോണേ ഇതിന് സംസാരിക്കുന്നത് ലേഖനങ്ങളിലൊക്കെ ഇപ്പോൾ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ, അപ്പോൾ ഒരു സാധാരണ സിനിമ ഒരു പ്രമേയം വരുന്നു, ആ പ്രമേയം എഴുതി ഉണ്ടാക്കുന്നു, അത് സിനിമയാക്കുന്നു, നല്ല പ്രോഡക്റ്റ് ആവുന്നു, സ്വീകരിക്കപ്പെടുന്നു. അങ്ങനെ സാധാരണ മട്ടിൽ സംഭവിച്ച ഒന്നല്ല അതെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. നിഷ്കളങ്കരായ മുഴുവൻ മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ട് പൊളിറ്റിക്കൽ പ്രോജക്ട് എന്താണെന്ന്. കാരണം സാധാരണ മട്ടിലല്ല, എങ്ങനെ ഉണ്ടായത്? ഇത് എക്സ്ട്രീംലി നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു സിനിമയല്ല അല്ലെങ്കിൽ കണ്ടുപിടിച്ചൊരു ക്യാരക്ടറല്ല. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഐതിഹ്യം വെച്ചുണ്ടാക്കിയിട്ട് സിനിമയാണ്. ഇത് തന്നെയാണ് ഞാൻ 1977 അല്ലെങ്കിൽ 79 കുറെ സിനിമകൾ കാണിച്ചില്ല. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ അജണ്ടയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം താല്പര്യത്തിനാൽ ഉണ്ടായ ഒരു കാര്യമല്ല. വിശ്വാസികൾ എവിടെ ഉണ്ട് അവിടെ വിശ്വാസം വലുതാക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ ചെയ്യും. ആ ചെയ്യുന്നതിന്റെ ഭാഗം അത് പണ്ട് തൊട്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനിയും അതുണ്ടായിരിക്കും. ഇതെല്ലാം ഒരു ബേസിന്റെ പുറത്ത് കിടന്ന് ഓടുന്നതാണ്. പിന്നെ ഒരു വർഗീയത മറച്ചു വെക്കാനായിട്ട് ഇത്തരത്തിലൊക്കെ പറയാം. അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും വിടലകളാണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവന്മാരോ ഈ പറയുന്നവന്മാരും ചിലപ്പോൾ കൈയടിക്കാൻ ചെന്നേക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ആളുള്ളത്. അടുത്ത പടം ജയ് ഗണേഷാണ്. ഇനി ഇഷ്ടം പോലെ സാധ്യതകൾ ആ നിലയ്ക്ക് ഹിന്ദുമത ദൈവങ്ങളുണ്ട്, ഇഷ്ടം പോലെ സാധ്യതകൾ. ആ
മുക്കോടി ദൈവങ്ങൾ ഉള്ളായതുകൊണ്ട് ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് വലിയ വലിയ സാധ്യതകളാണെന്നൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മാർക്കോ നമ്മുടെ ഏത് അമ്പലത്തിലെ പ്രതിഷ്ഠയാണെന്നും ഈ സിനിമയിലെ ആൾക്കാരൊന്നും പറയണം. എന്തായാലും ഉണ്ണിമുകുന്ദൻ തുടർച്ചയായിട്ട് ഹിന്ദു ദൈവങ്ങളെ മാത്രം എടുത്തു വെച്ച് സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഈ സിനിമയുടെ സംവിധാനം എന്ന് പറയുന്നത് ഹനീഫ് അദേനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഈ പറയുന്നതും അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്ന കാര്യമായിട്ട് യാതൊരുവിധ ബന്ധമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ സിനിമ ആരാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്നും പ്രൊഡ്യൂസറുടെ പേരും കൂടി ഇനി ഞാൻ എടുത്ത് പറയുന്നില്ല. അദ്ദേഹത്തിന് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളെല്ലാം തരംഗമായിട്ട് തന്നെ നല്ല ലുക്കുള്ള ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു എന്താ പറയുന്നത്, സാധാരണ മട്ടിൽ വന്ന് വിജയിച്ച ഒരു സിനിമയല്ല മാളികപ്പുറം. അതിന്റെ പിന്നെ ഇത് സാധാരണ മട്ടിലല്ലാതെ ഇത് എങ്ങനെ വന്ന് വിജയിച്ചൊരു സിനിമയാണ്. ഇതാരും ഇപ്പൊ ഇന്നലെ ഒന്നും എഴുതി ഉണ്ടാക്കിയ കാര്യമൊന്നുമല്ല. പിന്നെ ഇതൊക്കെ ഈ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് മുന്നിട്ട് ജയ് ഗണേഷ് അല്ലെങ്കിൽ ഗണേശൻ അല്ലെങ്കിൽ അയ്യപ്പൻ എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന അള്ളാഹു ജീസസ് എന്ന് പറയുന്നവര് ഐ എം ഇൻട്രൊഡ്യൂസിങ് ദിസ് ഇസ് അവർ ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചൊരു സാധനം ഒന്നുമല്ല. പണ്ട് തൊട്ടുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ച് സംസാരിക്കുന്നതാണ്. പിന്നെ ഈ പറയുന്ന വ്യക്തികൾക്ക് ഇച്ചിരി രോക്ഷം കൂടുതലാണ്. ഏകദേശം 11 മിനിറ്റ് ഉണ്ട് ഈ വീഡിയോ. ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടവർക്കറിയാം എത്രത്തോളം രോക്ഷാകുലരായിട്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്, ഇതിനെപ്പറ്റി പറയുന്നത്. പക്ഷെ പുറമേ പറയുമ്പോഴത്തേക്കിന് ഞാനൊരു മതവർഗീയതയും പറയുന്നില്ല, ഞാൻ ക്ലിയർ കട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്നാണ് പറയുന്നത്. എക്സ്റ്റൻഷനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഉണ്ണിമുകുന്ദനും നടി അനുശ്രീ ആയാലും അവർ വ്യക്തമാക്കിയത് അവരുടെ രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. പക്ഷേ ജയസൂര്യ എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചത് എന്നത് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇനി വരും പോസ്റ്റുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് അത് വ്യക്തമാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഈ ഒരു ചെറിയ കാര്യമാണ്. ഇത് എന്തിനെ പറ്റിയാണ് ഇവർ ഈ ഉണ്ണിമുകുന്ദന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന അനുശ്രീയുടെയും ജയസൂര്യനും പേര് വലിച്ചെടുക്കാനുണ്ടായ ഒരു കാര്യം. ഏകദേശം 1.5 വർഷം മുമ്പ് നമ്മുടെ സ്പീക്കറായിരുന്ന എം ഷംസീർ, പുള്ളിക്കാരൻ ഗണപതി മിത്തായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം നടത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധയിൽ അറിയായിരിക്കുമല്ലോ. ആ ഒരു സമയത്ത് നമ്മുടെ ജയസൂര്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു, നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ച് മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്ക് കൈകടത്താതിരിക്കുക എന്നുള്ളൊരു കാര്യം. അതെങ്ങനെയാണ് ഒരു വർഗീയതയായിട്ട് വരുന്നത്? നിങ്ങളൊന്ന് ആ പോസ്റ്റ് കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ന്യൂസ് വേർഡ് ചുറ്റിപ്പറ്റി കണ്ടവർക്കറിയാം. അതെങ്ങനെയാണ് ഒരു വർഗീയതയുമായിട്ട് വരുന്നത്? അല്ലെങ്കിൽ ജയസൂര്യയെ സംബന്ധിച്ച് ഇതുവരെ ജയസൂര്യയുടെ ഈ പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു പ്രചരണത്തിലോ അല്ലെങ്കിൽ ഒരു പരിപാടിയിലോ ഒന്നും ഇതുവരെ പുള്ളിക്കാരൻ പങ്കെടുത്തിട്ടുമില്ല. പിന്നെ നെറ്റിയിൽ ചന്ദനം തൊടുന്നുണ്ട്, അതൊക്കെ കൊണ്ട് പുള്ളിയെ പൊക്കിയെടുത്ത് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരും. അതെന്താ കാരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരെ കണ്ടാലും ഇതാണെന്ന് നരേന്ദ്രമോദിയായിട്ടും അമിത്ഷായിട്ടും കാണും. കാരണം എന്താ, റദ്ദാക്കി കളഞ്ഞില്ലേ, അതുകൊണ്ട് പറ്റിപ്പോയതാ. പിന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അടിച്ചുവിടുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറിനെ വളർന്നു വരികയാണെന്ന് മനസ്സിലായപ്പം ഇത് ഇത്തരത്തിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരു തടിയാണ് എന്ന് മനസ്സിലാക്കിയ രീതിയിലുള്ള ഒരു ഹിഡൻ രീതിയിലുള്ള ഇരുന്ന് നെയ്ത് വിടുന്നൊരു സാധനമായിട്ട് എനിക്കിതിനെ കാണാൻ സാധിക്കും. പിന്നെ ഇത് ഒരു മതസിനിമയായിട്ട് കാണേണ്ടവർക്ക് കൃത്യമായിട്ട് കാണാം. അതിപ്പം ഈ ഒരു സിനിമ മാത്രമല്ല, ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള സിനിമകളും ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകളും നല്ല സിനിമയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ സിനിമയും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും, അത് ആൾക്കാർ പോയി കാണുകയും ചെയ്യും. പിന്നെ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ നടത്തിയവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളതും ഈ ഒരു സിനിമയുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.